നെല്ലിക്കുഴിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 6 വയസ്സുകാരിയുടേത് കൊലപാതകമെന്ന് പോലീസ്. കുട്ടി മരിച്ചത് ശ്വാസം മുട്ടിയെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. UP സ്വദേശി അജാസിന്റെ മൂത്ത മകൾ മുസ്കാനെയാണ് വ്യാഴാഴ്ച രാവിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുമലപ്പടി മേദല പുതുപ്പാലത്താണ് 6 വയസ്സുകാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയുടെ പിതാവും രണ്ടാനമ്മയും പോലീസ് കസ്റ്റഡിയിലാണ്. കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊന്നതാണെന്നാണ് സൂചന. മരണകാരണം ശ്വാസം മുട്ടിയത് മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നു. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി കോതമംഗലം പോലീസ് അറിയിച്ചു. ദീർഘനാളായി പുതുപ്പാലത്ത് താമസിച്ചു വരുന്ന ഉത്തർപ്രദേശ് സ്വദേശിയായ ഇതര സംസ്ഥാന തൊഴിലാളി അജാസ് ഖാന്റെ മകൾ മുസ്കാനെയാണ് വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ആലുവയിൽ നിന്നും ഫോറൻസിക് വിദഗ്ധരെത്തി വീട്ടിൽ പരിശോധന നടത്തി. ഉച്ചയ്ക്ക് 1 മണിയോടെ പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. രാത്രി ഏതാണ്ട് 10 സമയത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു എന്നാണ് പിതാവ് ആ വേളയിൽ പോലീസിനോട് പറഞ്ഞിരുന്നത്. അതിനുശേഷം പിതാവ് ഏതാണ്ട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ജോലിയുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് പോയിരുന്നു. പിന്നീട് ഏതാണ്ട് 2 മണി സമയത്താണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ മുക്സാനയും ഇളയ കുട്ടിയുമാണ് ഒരു മുറിയിൽ കിടന്നിരുന്നതെന്നാണ് പറയുന്നത്. നേരം വെളുത്തപ്പോൾ കുട്ടിയെ വിളിച്ചിട്ട് അടിക്കുന്നില്ല, മരിച്ച് കിടക്കുന്നുവെന്ന നിലയിലാണ് മെമ്പറെ വിളിച്ച് വിവരം അറിയിച്ചത്. അപ്പോൾ ഏതായാലും ഇതേ സംബന്ധിച്ച് പോലീസ് രാവിലെ തന്നെ സംശയം തോന്നുന്നതിൻ്റെ സാഹചര്യത്തിൽ ഫോറൻസിക് അതോടൊപ്പം തന്നെ വിരലടയാള വിദഗ്ധരടക്കം വരികയും പരിശോധനകളൊക്കെ നടത്തുകയും കളമശ്ശേരിയിൽ പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നിലയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചത്. ഇപ്പോൾ പിതാവും രണ്ടാനമ്മയും കോതമംഗലം പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. റൂറൽ SP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കോതമംഗലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലും മറ്റ് നടപടികളും തുടരുകയാണ്. ഏതായാലും അന്വേഷണം വളരെ ഊർജിതമാക്കി കുറ്റക്കാരെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയുന്ന നിലയിലാണ് പോലീസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.